പകരച്ചുങ്കത്തിൽ നിന്നും രക്ഷ നേടാൻ യുഎസുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്കെതിരെ വിമർശനവുമായി ചൈന. യുഎസിനെ പ്രീതിപ്പെടുത്തുന്നത് സമാധാനം കൊണ്ടുവരാൻ സഹായിക്കില്ലെന്ന് പറഞ്ഞ ചൈന വിട്ടുവീഴ്ചയില്ലാതെ ബഹുമാനം നേടാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാന ബജറ്റ് അനിശ്ചിതത്വത്തിൽ തൂങ്ങിക്കിടക്കുന്നതിനാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് അധികാരങ്ങൾ തടയാൻ ഗവർണർ ഗാവിൻ ന്യൂസം ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ ഫെഡറൽ കോടതിയിൽ ന്യൂസം, അറ്റോർണി ജനറൽ റോബ് ബോണ്ട എന്നിവർ ഫയൽ ചെയ്ത കേസ് ട്രംപിന് ഏകപക്ഷീയമായ താരിഫ് ഏർപ്പെടുത്താൻ ഭരണഘടനാപരമായ അധികാരമില്ലെന്ന് വാദിക്കുന്നുണ്ട്. അമേരിക്കയുടെ വലിയ വ്യാപാര കമ്മി ചൂണ്ടിക്കാട്ടി ട്രംപ് ഈ മാസം ആദ്യം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ വ്യാപകമായ ഇറക്കുമതി നികുതി ചുമത്തുകയും ചെയ്തിരുന്നു. പ്രതികാര തീരുവകൾ മൂലം കയറ്റുമതി ബിസിനസ് നഷ്ടപ്പെടാൻ പോകുന്ന ടെർലോക്കിലെ ഒരു ബദാം ഫാം സന്ദർശിച്ച ന്യൂസം പ്രസിഡന്റിന്റെ വ്യാപാര നയത്തിലെ വിഷകരമായ അനിശ്ചിതത്വത്തിൽ രോഷം പ്രകടിപ്പിച്ചു. പക്ഷേ നയങ്ങൾ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും കാലിഫോർണിയയെ ദോഷകരമായി ബാധിക്കുമെന്നും ജീവിത ചെലവ് കുറയ്ക്കുമെന്ന ട്രംപിന്റെ വാഗ്ദാനം കാരണം പിന്തുണച്ച വോട്ടർമാരോടുള്ള വഞ്ചനയാണ് താരിഫുകളെന്നും അദ്ദേഹം ഇതിനോടകം പറഞ്ഞു. എന്തായാലും എല്ലാ കക്ഷികളും നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്നും അന്താരാഷ്ട്ര സാമ്പത്തിക വ്യാപാര നിയമങ്ങളും വ്യാപാര സംവിധാനങ്ങളും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായും വാണിജ്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. ചൈനയുമായുള്ള വ്യാപാരം പരിമിതപ്പെടുത്താൻ യുഎസ് മറ്റ് രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ബെയ്ജിംഗിന്റെ പ്രതികരണം. ചൈനയുടെ താൽപര്യങ്ങൾക്ക് ഹാനികരമായി കരാറിലെത്തുന്നതിനെ ശക്തിയായി എതിർക്കുന്നുവെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 90 ദിവസത്തെ സമയപരിധിക്ക് മുമ്പ് ചില രാജ്യങ്ങൾ യുഎസുമായി താരിഫ് കുറയ്ക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ചൈനയുമായുള്ള വ്യാപാരം നിയന്ത്രിക്കുന്നതിനോ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ ചർച്ചകളിൽ ആവശ്യമുന്നയിക്കാനാണ് യുഎസിന്റെ പദ്ധതി. യുഎസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേണലും ബ്ലൂംബെർഗുമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ചൈനയിൽ നിന്നും സാമ്പത്തികമായി വേർപിരിയുമെന്ന ആശയം യുകെ തള്ളിക്കളഞ്ഞു. ചൈന ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. അവരുമായുള്ള വ്യാപാര ഇടപാട് അവസാനിപ്പിക്കുന്നത് മണ്ടത്തരമാണെന്നും യുകെ ചാൻസലർ റേച്ചൽ റെയ്സ് വ്യക്തമാക്കി. ദിവസങ്ങൾക്ക് മുമ്പാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ഇറക്കുമതി തീരുവ അമേരിക്ക 245% ഉയർത്തിയത്. ചൈനയുടെ പകരച്ചുങ്കത്തിനും വ്യാപാര നീക്കങ്ങൾക്കും എതിരെയുള്ള പ്രതികാരമായാണ് 145% തീരുവയിൽ നിന്നും ഒറ്റയടിക്ക് 100% വർദ്ധിപ്പിച്ചത്. മറ്റ് ലോകരാജ്യങ്ങൾക്കുള്ള പകരച്ചുങ്കം നടപ്പിലാക്കുന്നതിന് 3 മാസം സാവകാശം അനുവദിക്കുമ്പോഴാണ് ട്രംപ് ചൈനയെ മാത്രം ലക്ഷ്യം വെച്ച് തീരുവ വർദ്ധിപ്പിക്കുന്നത്.